പ്രസംഗിച്ച് നിങ്ങളെ ഉത്ബുദ്ധരാക്കാൻ ഉദ്ദേശിച്ചല്ല വന്നിരിക്കുന്നത് കേട്ടോ. കുർലമാത്യൂസെ തെറ്റിദ്ധരിക്കണ്ട. കാരണം ഉത്ബുദ്ധരാകാൻ പോകുന്നില്ല നിങ്ങളെന്ന് എനിക്ക് നല്ല ബോധ്യം. എന്നോട് ക്ഷമിക്കണം പറയും പിതാവേ. ആര് പറഞ്ഞാലും നിങ്ങൾ നന്നാകാൻ പോകുന്നില്ലെന്നും എനിക്കറിയാം. പക്ഷേ പിതാവിന് തന്നെ വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ. സത്യം പറയണമെന്നല്ലേ പിതാക്കന്മാരെന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സത്യം പറയുന്നു. ഇവിടെ എന്താ നടക്കുന്ന കാര്യം? ഞാൻ നേരത്തെ സമരത്തിന് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ആളാണ്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും ഇന്ന് 100ാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ജോർജ് സെബാസ്റ്റ്യൻ വിളിച്ചപ്പോൾ സന്തോഷം തോന്നി. കാരണം ആരും വിളിച്ചില്ലെങ്കിലും വരണം എന്നോർത്ത് അപ്പോഴേ ജോർജ് സെബാസ്റ്റ്യൻ വിളിച്ചതൊരു കാരണമായി മാറി. ഞാൻ പറയുന്നത് ഈ സമരം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരുടെ ഒറ്റ വാക്കിന് ഉത്തരം പറയാം. ഒരു 110 പാവപ്പെട്ട കുടുംബങ്ങളുടെ വികാരം ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമായി മാറ്റാൻ ഈ സമരത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന സത്യം നിഷേധിക്കാൻ കഴിയില്ല. 610 കുടുംബങ്ങളാണ്. ആ 610 കുടുംബങ്ങളും അഭിനന്ദി വികാരിച്ചൻ്റെ പാർട്ടിക്കാരൊന്നുമല്ല. അതായത് ക്രിസ്ത്യാനി മാത്രമല്ലെന്നർത്ഥം. ഹൈന്ദവരും ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട 610 കുടുംബങ്ങളുടെ ജീവിതം, ദുസ്സഹമായ ജീവിതം, അവരുടെ മുതുകത്ത് കയറി അവരെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം, ആ ശ്രമത്തിനെ എതിർക്കാൻ മനസ്സുള്ള ആളുകളെ ജനങ്ങളുടെ ഒരു വികാരം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയും മറ്റൊന്ന്, എനിക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും എനിക്ക് വിരോധമില്ല. എനിക്ക് എൻ്റെ മനസ്സാക്ഷി ശരി പറയാൻ നിർബന്ധമുള്ള ആളാണ്. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. വഖഫ് നിയമം എന്ന് പറയുമ്പോൾ ആ വഖഫ് നിയമം, നമ്മൾ ആരെങ്കിലും വഖഫ് നിയമത്തിനെതിരാണ്? വഖഫ് നിയമത്തിനെതിരല്ല. വഖഫ് നിയമം ഇപ്പോൾ അപകടകരമായ നിലയിൽ പോകുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഓർമ്മിക്കണം, ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയെന്ന് പറയുന്നത് നമ്മുടെ ആരാ? അല്ല, ഒന്നാമതുള്ളത് നമ്മുടെ ആർമിയാണ്. സത്യത്തിൽ ഈ ജോർജ് സെബാസ്റ്റ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒന്നാമതുള്ളത് റെയിൽവേ ആണ്. അതെ, 2ാം സ്ഥാനം പട്ടാളത്തിനാണ്, 3ാം സ്ഥാനം വഖഫിന്. എങ്ങനെയാണ് വഖഫിന് 3ാം സ്ഥാനം വന്നത്? അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും മുഖം ചുളിയും. 3ാം സ്ഥാനത്ത് വഖഫ് വരാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ ജനങ്ങളുടെ സ്ഥലം മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ്റായിരുന്നു. അതായത് വല്യപ്പൻ മുസ്ലിമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, പച്ചയ്ക്ക് പറയുക കേട്ടോ നിങ്ങൾ, നെഹ്റുവിന് വല്യപ്പൻ മുസൽമാനാണ്. അത് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. നെഹ്റു മുസൽമാനാന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സംശയം ഉണ്ടെന്നുള്ള വേറെ കാര്യം. ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിലിരുന്ന ഭൂമി മുഴുവനും കൂടി വഖഫിന് വിട്ടുകൊടുത്തത്, അറിയാമോ? അതോടുകൂടി ആ വഖഫ് മുതലാളിയായത്. ഇപ്പോഴും ആ വഖഫിന് മണിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാനൊരു സംശയം ചോദിച്ചു, തെറ്റിദ്ധരിക്കരുത് നിങ്ങളാരും. ഞാൻ തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥം കൊണ്ട് പറയുക, തെറ്റിദ്ധരിക്കരുത്. ഈ വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഈ കുഴപ്പമുണ്ടാക്കുന്നത് എന്തിനാ? ഒറ്റേണേ ഉള്ളൂ. ഇവിടെ അഭിനന്ദ പിതാക്കന്മാരിരിപ്പുണ്ട്. ഇവിടെ വന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നു, ഉടനെ മൈക്ക് എന്നെ എന്ത് പ്രസംഗിച്ചോളാൻ പറയും. ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് പ്രസംഗിക്കാൻ വിളിക്കേണ്ടത്? എൻ്റെ ലൈൻ എന്താണെന്ന് അറിയണ്ടേ? ആണ്ടരയുടെ കൂടെ ചമ്മൻ ചെരുപ്പൂത്തി വരുന്ന ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ഇവരൊക്കെ നിയമസഭയ്ക്കകത്ത് എന്ത് ചെയ്തു? വർത്തമാനം പറയും നിങ്ങൾ. കേരള നിയമസഭ കൂടിയപ്പോൾ 140 MLA ഒരുമിച്ച് കൈപൊക്കി. നമ്മുടെ ആ അസുഖമായിട്ട് കിടക്കുന്ന വീണ് പരിക്കേറ്റ MLA ഉൾപ്പെടെ. എനിക്ക് സങ്കടമുണ്ട് അവർ വീണതിൽ, ദുഃഖമുണ്ട്. അങ്ങനെ 140 പേര് ഒരുമിച്ച് കൈപൊക്കി വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞ് കൈപൊക്കിയവരാണ് 140 പേരും. ആ 140 പേരും ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളെന്തിനത് കേൾക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതിന് വിചാരിച്ചതിന് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. ഇത്രയും ത്യാഗം ചെയ്യുന്ന അങ്ങ്, ഇത്രയും ത്യാഗം ചെയ്ത് വേദനിക്കുന്ന അങ്ങ്, ഇവനൊക്കെ വരുമ്പം മുഖം അങ്ങോട്ട് മാറ്റി മൂല കൊണ്ടുപിടിച്ച് നോക്കുക, നീ അവിടെ എന്നടാ ചെയ്തതെന്ന് അത് ചോദിക്കണ്ടേ?
ചോദിക്കുകയല്ല, MLA അല്ലേ, ബഹുമാനിച്ചങ്ങ് പ്രസംഗിപ്പിച്ചേക്കുക. എൻ്റെ പൊന്നു പിതാവെ കൊടുങ്ങുക, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടാവും, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ മടിയില്ല പറയാം, ഞാൻ BJP കാരനാണ്. അതിനെ പറയുന്നത് എന്താ കുഴപ്പം? ഒരു മടിയില്ല എനിക്ക്. ഞാൻ വെറുതെ BJP പോയതല്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിന് ഇനി രാജ്യത്തെ രക്ഷപ്പെടണമെങ്കിൽ BJP ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ട് പോയതല്ല, വെറുതെ പോയൊന്നുമല്ല. എനിക്കെന്ത് ലാഭമല്ലാതെ? ഇനിയിപ്പോൾ എനിക്കെന്ത് കിട്ടാൻ? 7 പ്രാവശ്യം MLA ആവണേൻ. ഇനി എനിക്ക് എവിടെ കിട്ടാനാ? എന്ത് കിട്ടാനാ? എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് സത്യം പറയാൻ നിർബന്ധമുണ്ട്. ഇവിടെ കേരള നിയമസഭയിൽ ഇങ്ങനെ പ്രസംഗിച്ചത് പോകട്ടെ, 140 എണ്ണവും. സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡിന് വേണ്ടി ഹാജരാകുന്ന വക്കീലാരാ? ഒന്ന് പറഞ്ഞ്. ആരാ വക്കീൽ? നോബിളെ. നോബിളും വക്കീലാണല്ലോ, അതുകൊണ്ട് നോബിളിനോട് ചോദിച്ചേ. നമ്മുടെ ആലുവ MLA ആയിരുന്ന പഴയ മന്ത്രി ഉണ്ടല്ലോ, ഇബ്രാഹിം കുഞ്ഞ്, നിങ്ങൾക്കറിയാവോ? എൻ്റെ സുഹൃത്താ. ആ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ചേട്ടൻ്റെ മകൻ, മനസ്സിലായോ? ഇബ്രാഹിം കുഞ്ഞിൻ്റെ ചേട്ടൻ്റെ മകനാണ് അവിടെ ഹാജരായത്. അച്ഛോ, അന്നേരം പിന്നെ ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ വന്ന് പിന്തുണ വന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ആ ചേട്ടൻ്റെ മകനോടാ നീ ആ ചേരുന്നത് തെറ്റാന്ന് പറയുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പിന്നെ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വേറൊന്നുകൂടെ പറയാം കേട്ടോ. ജോർജ് ശ്രദ്ധിക്കാനുണ്ടോ? കൊണ്ടേ പറയാം. ക്രിസ്ത്യാനിയുടെ നേതാവാന്നല്ലേ പറയുന്നത് ഇപ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് നിയമത്തിനെതിരെ ശബ്ദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും BJP മുമ്പോട്ട് വന്നപ്പോൾ ആ നീക്കം ശാശ്വതമായി തടയാൻ ശ്രമിച്ചത്, അഭിമന്യ പിതാവ് എന്നോട് ക്ഷമിക്കണം, രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായില്ല? അത് പറയുമ്പോൾ തന്നെ വിഷമം. വഖഫ് ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രതിനിധികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജോയിന്റ് പാർലമെന്ററി പാർട്ടി ഉണ്ടാക്കി. ആ ജോയിന്റ് പാർലമെന്ററി പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അതിൽ ഹാജരായി യാതൊരു കാരണവശാലും ഈ നിയമം ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞ ആ ജോയിന്റ് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് മാറ്റിവെപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. എന്നിട്ട് കോൺഗ്രസ് അനുകൂലമാണ്. നിങ്ങൾ എങ്ങനെയാ പറയുന്ന അർത്ഥം? ഞാൻ കോൺഗ്രസ് വിരുദ്ധത പറയുകയല്ല, തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ പാർലമെന്റിൽ പറയുകയും ജോയിന്റ് പാർലമെന്ററി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയും ഈ വഖഫ് നിയമം എന്ന മാരണത്തിൽ നിന്നും കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങളെ രക്ഷിക്കാനുള്ള നീക്കത്തെ തടയുകയും ചെയ്ത കോൺഗ്രസ്സുകാരൻ ഇവിടെ വന്ന് പറയുക, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ്, നിങ്ങളെല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കുക, മാലയിടുക. എന്നെ അർത്ഥമിരിക്കുന്നു. പലർക്കും സൂഹിക്കേണ്ട ആർക്കും ഉള്ളത് പറഞ്ഞിട്ട് പോയിട്ടുള്ള പിന്തുണ മതി എനിക്ക്. അതുകൊണ്ടാണ് അച്ഛൻ. അതുപോലെ തന്നെ വികാരിച്ചതിന് ചോദിക്കുന്നു, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ കൈപൊക്കിയില്ലേ? കണ്ടില്ലായിരുന്നു നിങ്ങളാരും? ഞാൻ കണ്ടു, ചാനൽ കാണിക്കുന്നുണ്ട് കടം മുഴുവനായിട്ട്. 140 എണ്ണവും കൈപൊക്കി. ആ MLA ഇവിടെ വരുമ്പോൾ ഒന്ന് ചോദിക്കാൻ പറയും, എന്നാ നിങ്ങൾ കാണിക്കുന്ന മര്യാദ? ഞങ്ങളോട് ഇത് ചെയ്യാവോ? ഞങ്ങൾ 610 കുടുംബങ്ങൾ ഇവിടെ കിടക്കുന്നു, വേണമെന്ന് നരകിക്കുകയാണല്ലോ, ഒന്ന് പറയാൻ എത്ര മടി? വേറൊരു രസം അതല്ല. ഈ വഖഫ് ബോർഡ് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, ഇപ്പം നിങ്ങൾ ഇത്രയും 10-100 പേര് ഇവിടെ ഇരിപ്പുണ്ട്. വഖഫ് നിയമം, നിലവിലിരിക്കുന്ന നിയമം അതേപടി തുടരണമെന്നും മുനമ്പം ബീച്ചിലെ സമരക്കാരെ അടിച്ചോടിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളറിഞ്ഞോ? കണ്ടായിരുന്നു? ആരാ അതിൻ്റെ പുറകിൽ? ഞാൻ ഉത്തരവാദിത്വ ബോധത്തോട് പറയുന്നു, ഈ മുനമ്പത്തെ പാവപ്പെട്ട ജനതയെ അടിച്ചോടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് വരാൻ വേണ്ടി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് തീവ്രവാദ പ്രസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള SDP മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി. എന്തിനാ മടിക്കുന്ന പറയാൻ പേടി? ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ 2 കശ്മലക്കൂട്ടങ്ങൾ ആണ് ഇവിടെ മുനമ്പത്തെ പാവപ്പെട്ട ഈ ജനതയെ അടിച്ചോടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒന്ന് ആലോചിച്ച്. അവരുടെ പോസ്റ്റ് ഇവിടെ ഒട്ടിച്ചു ഇപ്പം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞ് സന്തോഷം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ സംശയിച്ചു. നിങ്ങളുടെ പോസ്റ്റർ പുറത്താണ് ഒട്ടിച്ചിരിക്കുക. പറയേ
അപ്പൊ ആരാ? മുസ്ലിം തീവ്രവാദ സംഘടനകളെന്ന് PCOR പറയുന്നതല്ല, ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്, നിരോധിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതാണ്. ആ സംഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ സംഘടനയുടെ ഭാരവാഹികളാണ് ഇപ്പോ മുനമ്പത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഈ ഭീകരവാദികളുടെ പ്രശ്നം നടക്കുക. ഞാൻ ഒരു പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ നിലയിൽ മതസൗഹാർദ്ദത്തോടുകൂടി എത്ര വർഷം പോകാൻ കഴിയും എന്ന് ഞാൻ ഭയപ്പെടുന്നു പിതാവേ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നു. ഞാൻ ഭയപ്പെടുന്നു. ഞാൻ താമസിക്കുന്നത് 38,600 മുസ്ലിങ്ങൾക്കിടയിൽ ഞാൻ തന്നെ താമസിക്കുക, അറിയാമോ? എൻ്റെ ഇടത്തും വലത്തും ഉൾപ്പെടെ 1700 വോട്ടുള്ള ആ വാർഡിൽ ആകെ 63 ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ ഉള്ളു. ആകെ ഞാൻ ഉൾപ്പെടെ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ, മകൻ ഉൾപ്പെടെ, മകൻ്റെ ഭാര്യ ഉൾപ്പെടെ, എൻ്റെ അനിയൻ ഉൾപ്പെടെ എല്ലാം കൂടെ ഞങ്ങൾ 63 പേരേ ഉള്ളൂ. ബാക്കി മുഴുവൻ മുസ്ലിമാണ്. അതിനിടയ്ക്ക് താമസിക്കുന്നതിനെ ഞാനവിടെ ഈയിടെ പലരും പറഞ്ഞു, ചില പോസ്റ്ററൊക്കെ ഒട്ടിച്ചായിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്, ഞങ്ങളുടെ നാട്ടിൽ PCOR എന്തിന് താമസിക്കും? ഞാൻ എൻ്റെ വാപ്പാടെ മുതലാണോ എന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിർത്തി ശല്യം. ഞാൻ ഇറങ്ങിച്ചെന്നു, നേരെ ഇറങ്ങിച്ചെന്ന് ചോദിക്കേണ്ടി വന്നു. റോഡിൽ കൂടെ വരുന്ന 2 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു. ഇവന്മാർ പേടിപ്പിക്കുമെന്ന് അറിയണ്ടേ? ആ നിലയിലൊക്കെ എങ്ങനെ നോക്കും? ഞാൻ ചോദിക്കുന്നത്, നമ്മളാരും ഒരു വർഗീയതയും വഴക്കും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരോടും വഴക്ക് നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ നമുക്ക് ജീവിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ആ അവകാശം നമുക്ക് തരണം, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവും വഴക്കുണ്ടാക്കാനില്ല. പക്ഷേ ഞങ്ങളെ ജീവിപ്പിക്കാനെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? തീർച്ചയായും അങ്ങനെ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സംഘടിക്കാൻ ഈ നാട്ടിലെയല്ല, ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും തയ്യാറാകേണ്ടി വരും. ഇവിടെ നമ്മൾ ഇന്ത്യ അവിടെ മണിപ്പൂർ വേറെ ഒന്നുമില്ലേ നിങ്ങൾക്ക്? മണിപ്പൂർ എന്ന് പറഞ്ഞ് ചാടിക്കുന്നത് എന്തിനാ? അത് ഞാൻ കേട്ടു. എവിടെ എന്ത് വേണ്ടിയാലും ക്രിസ്ത്യാനി കൊണ്ടുവരുത്തുകൊണ്ട് മണിപ്പൂർ എന്തായെന്ന് എഴുതിയത്. ഞാൻ അതിന് പറയുന്ന മറുപടി നിങ്ങളുടെ ഈ അമ്മമാരും പെങ്ങന്മാരും ഇരിക്കുന്നോട് പറയുന്നില്ല, ഞാൻ മറുപടി പറയാറുണ്ട്. അവിടെ 2 കുലം തമ്മിലുള്ള വഴക്കാണ്. മൈതയും മറ്റേന്ന് ആ കുക്കികളും കൂടെ. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യാനാ? രസം എന്താണെന്നറിയാമോ? ഗവൺമെൻറ് അങ്ങോട്ട് ചെന്നാൽ 100 ദിവസം 6 വിടും പട്ടാളം. അതുപോലെ കാരണന്മാർ ഇനിയും ഉണ്ടാകട്ടെ ഇവിടെ, ദൈവമേ. അതായത് മുനമ്പം ഭൂമി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം. അത് അവിടെ ഇറക്കി വിടാൻ വേണ്ടി വരുന്നവരും ഇറങ്ങില്ല എന്ന് പറയുന്നവരും 2ആയിട്ട് തിരിയേണ്ടവരാണോ നമ്മൾ? അവിടെ സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്ന 2 കുലങ്ങൾ തമ്മിലുള്ള തർക്കം, 2 വർഗം, ഒരേ വർഗം തന്നെ ആദിവാസികളാണ്. ആ ആദിവാസികളിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചു എന്നാണ് ഗവൺമെൻറ്റിനെതിരെയുള്ള പരാതി. ആ ഗവൺമെൻറ്റും വളരെ സത്യം ചെയ്തപ്പോൾ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകാത്തതിനാന്ന്. അതിൽ വെടികളാൻ അയക്ക് പാട്ടുമില്ലോ ഉണ്ടോ? യവന്മാർ മരത്തിന് മുകളിൽ ഇരിക്കുക. ഞാൻ പോയിട്ടുണ്ട് മണിപ്പൂരിൽ, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ നിന്ന് വരുന്ന അമ്പ് എവിടെ പിടിക്കാനാണ്? പട്ടാളത്തിന് തോക്കിനൊന്നും കിട്ടുകയില്ലത്, അമ്പാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി എന്തുകൊണ്ട് അമ്പെയ്ത്ത് മേടിച്ചില്ലെന്ന് പറ്റുമോ ചോദിക്കുന്നത്. ഇതിന് എന്ത് മറുപടി പറയും? ചാകാൻ നേരമില്ലാത്തതുകൊണ്ട് പോയി. പണ്ട് VS അച്യുതാനന്ദൻ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട്, VS ഒരു ഏറ്റവും നല്ല നേതാവാണ്, അദ്ദേഹം അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയി. അദ്ദേഹം പോകുന്ന ദിവസം ഞാനും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് തൊഴിലാളി വർഗ നേതാവെന്ന നിലയിൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത്? പുള്ളി പറഞ്ഞു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പോകുന്നതെന്നാണ്. അപ്പോൾ ആ ശല്യം തീർന്നു എന്നതുപോലെ മണിപ്പൂരിൽ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പോകാത്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്മീഷൻ കൊണ്ട് എന്ത് ഗുണം പറ? ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ
നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ആർക്കും എന്നോട് ചോദ്യം ചോദിക്കാം. അല്ലാതെ ഞാനങ്ങനെ അപ്രമാദത്തിൽ പറഞ്ഞങ്ങ് പോകുന്നു എന്ന് വിചാരിക്കേണ്ട. ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ആ കമ്മീഷൻ എന്ത് വില? ആ കമ്മീഷൻ എന്ത് തീരുമാനിച്ചാലും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പാസ്സാകാത്തിടത്തോളം കാലം അതിന് എന്ത് വില കിട്ടും? പറ. ഇവിടെ വക്കീലന്മാരുണ്ടല്ലോ, പറഞ്ഞു, തർക്കത്തിന് തയ്യാറാണ് ഞാൻ. എന്ത് നിയമം ഉണ്ടാക്കിയാലും ആര് നിയമം ഉണ്ടാക്കിയാലും നിലനിൽക്കില്ല. കേന്ദ്ര ആക്ട് കിടക്കുകയാണ് വഖഫിന്റെ. ആ ആക്ടിന് വിരുദ്ധമായി നിയമം ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. സെൻട്രൽ ആക്ടാണിത്, സ്റ്റേറ്റ് ആക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആ നിലയ്ക്ക് പിന്നെ എന്തിനാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്? നിങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഇവിടെ സമരം ചെയ്യുന്ന പാവങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടിയാണ് ആ കമ്മീഷൻ. ആ കമ്മീഷനൊരു നിങ്ങളെങ്ങനെ ആരെങ്കിലും സഹായമായിരുന്നോ? എന്തിനു പോയി? ഒരു കാര്യമില്ല. പോയതിന് കുട്ടമൊന്നുമില്ല. പോയാൽ ഒന്നും ചെയ്യാനില്ല കമ്മീഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കമ്മീഷൻ എന്തെഴുതിയാലും അത് പ്രാബല്യത്തിലാകണമെങ്കിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഏത് മേഖലയിൽ പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിനോട് ഞാൻ എതിരല്ല. അതൊക്കെ നല്ല കാര്യം, എല്ലാ സമ്മർദ്ദവും ചെലുത്തണം. പക്ഷേ ഫലമില്ലാത്ത സമ്മർദ്ദത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പിതാക്കന്മാരൊക്കെ ഇവിടെ സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും നിങ്ങളോട് ഞാൻ ഒളിപ്പിച്ചു നോക്കാതെ പറയാം, ഈ ചെറിയ സമരം കൊണ്ടൊന്നും ഇത് തീരില്ല. നിങ്ങൾ സമരം ചെയ്യുന്നെങ്കിൽ ആദ്യം നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നവരെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അതേ മാർഗമുള്ളൂ. മനസ്സിലായില്ലേ? കൈകാര്യം ഇടതുവശത്തിന് അടിച്ചാൽ വലതുവശം കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലതുവശം കാണിച്ചു കഴിഞ്ഞ് പിന്നെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല യേശുദേവൻ. അതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ട. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് കാണണ്ട. കാരണം നിയമസഭയിൽ പോയി നിങ്ങളെ കൊല്ലാനുള്ള മാർക്കിന് കൈ പൊക്കുക, ഇവിടെ വന്ന് സൂപ്പിച്ച് വർത്താനം പറയുക, അതെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ തീർച്ചയായും ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനത ഇത്രമാത്രം വേദനിക്കുമ്പോൾ ആരും വന്നിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി കൊടുക്കണം. അതാണ് ആവശ്യം. പ്രത്യേകിച്ച് നിരോധിത സംഘടന, ഇന്ത്യ രാജ്യത്ത് ഭീകരവാദികളുടെ സംഘടനയാണെന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട മുനമ്പൻ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാതൊരു സംശയം വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാനുള്ളത് ചെയ്യും. ആ കാര്യത്തിലും ആർക്കും തർക്കം വേണ്ട. പലർക്കും തോന്നലുണ്ട്. പക്ഷേ JPCയുടെ റിപ്പോർട്ട് വന്നാൽ ആ നിയമം ഭേദഗതി പാസ്സാക്കിക്കൊണ്ട് കാലതാമസം ഉണ്ടായേക്കാം. കാരണം കോൺഗ്രസ് എതിർക്കും. നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസ് കൊണ്ട് നിൽക്കുന്ന എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വേണം നമ്മൾ നിയമം പാസ്സാക്കാൻ. ആ നിയമം നിങ്ങൾ എഴുതിയിട്ടോളൂ. ആ വഖഫ് ഭേദഗതി നിയമം പാസ്സാകാതെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ജനതയ്ക്കും ഈ വഖഫ് അലമ്പിൽ നിന്നും രക്ഷയില്ല. അത് സത്യമാണ്. അത് പറയുമ്പോൾ വെള്ളിച്ചിട്ടൊന്നും കാര്യമുള്ളൂ. സത്യം പറയുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഇവിടെ ചാവക്കാട് ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. 42 പേർക്ക് നോട്ടീസ് കൊടുത്തു. അതിൽ 40 മുസ്ലിങ്ങളാണ്. ഒന്ന് ആലോചിച്ച് എന്താ കാര്യം? അവർക്കൊരു പള്ളി പണിയണമെന്ന്. അവിടെ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ നീയം മാറണമെന്ന്. അവൻ 5 പൈസയും കൊടുക്കണം, പൊക്കോണം. വഖഫാന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ടോ? നിങ്ങളറിയില്ല. പറഞ്ഞേക്കാം, വഖഫ് നിയമം എന്ന് പറഞ്ഞ് ഇപ്പോൾ അവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം അതേപടി പോയാൽ ഞാൻ ഇപ്പോൾ പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്. പിതാവിൻ്റെ അരമന നാളെ വഖഫ് ബോർഡ് കൂടിയിട്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് പിതാവിന് നോട്ടീസ് തന്നാൽ പിതാവ് ഇറങ്ങിപ്പോയാൽ മതി. മനസ്സിലായില്ലേ? പോയാലെന്നാ പിതാവിന് തോന്നൽ. പോകണം. പോയാൽ രക്ഷയില്ല. എനിക്ക് കിട്ടിയാൽ ഞാനും പോകണം. പോയാൽ മാത്രം പോരാ. അടുത്ത 95 നരസിംഹറാവു ഉണ്ടാക്കിയ നിയമപ്രകാരമാണ് ഇറങ്ങിപ്പോണം. നമ്മുടെ മൻമോഹൻ സിംഗ് ഈയിടെ മരിച്ചല്ലോ. അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, അങ്ങനെ മരിച്ചതൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു നിയമം 2013 ഉണ്ടാക്കി. ആ നിയമം പഠിച്ചോ? ആ നിയമപ്രകാരം വഖഫ് ഭൂമിയിൽ താമസിച്ചവരെ ഇറങ്ങിപ്പോയാൽ മാത്രം വരെ 2 കൊല്ലം ജയിലിൽ കൂടെ കിടക്കണമെന്നാണ് നിയമം ഉണ്ടാക്കി വെച്ചു. മനസ്സിലായോ? 2 കൊല്ലം. അപ്പോൾ ജോർജ് ബാലറ്റൊക്കെ കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എങ്ങനെയിരിക്കും? ഈയനം നിയമമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കാനൊക്കെ പറഞ്ഞ് ആരെക്കൊണ്ട് പറ്റി? എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങൾ ഏതായാലും ഇത്രയും പേരെങ്കിലും ഇവിടെ വന്ന് സമരം ചെയ്യുന്നു എന്ന് കാണുന്ന സന്തോഷം.
പിന്നെ മനുഷ്യൻ മടുത്തിട്ടുണ്ട്. ഇത്ര നാളായാലും 100 ദിവസമായിട്ട് ഈ സത്യാഗ്രഹമായിട്ട് പോവുക. ഒരു ഗുണം നിങ്ങൾ നടത്തുന്ന സത്യാഗ്രഹം കിട്ടി. എല്ലാവരുടെയും മനസ്സിൽ ഇത് തെറ്റാണ്, വക്കഭൂമിയാണെന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. വക്കഭൂമിയാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിതാവേ. അതായത് ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയും SDP ഉൾപ്പെടെയുള്ള ഒരു കള്ളാസ് എഴുതി കൊടുത്താൽ മതി വക്കഫാന്ന്. വക്കഫിൻ്റെ ബോർഡുണ്ട്. ആ വക്കഫ് ബോർഡ് 2008 ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2008 മനസ്സിലായില്ലേ? അതൊന്നും അറിയാതെ വക്കഭൂമി അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം, വക്കഭൂമിയാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പ്രഖ്യാപനം വന്നേ. അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അപ്പോൾ പിന്നെ നിങ്ങൾ വക്കഭൂമിയല്ലെന്ന് ആരോടാ പറയുന്നത്? ആരോട് പറഞ്ഞാലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിർബന്ധമായി നിങ്ങൾ സമരത്തിൽ ഏറ്റവും വലിയ മുദ്രാവാക്യമായി ഉയർത്തേണ്ടത് വഖഫ് ഭേദഗതി നിയമം ഉടൻ പാസ്സാക്കുക എന്ന ശക്തമായ ആവശ്യമാണ് ഇവിടെ സമരം നടത്തുന്ന നിങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് വിനയപുരസ്സരം നിങ്ങളെ അറിയിക്കുന്നു. അതിലൂടെ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. ആ നിയമം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ ഭൂമി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ അങ്ങനെ തന്നെ അവകാശം ചോദിച്ചത് പോയോ? കോടതിയില്ലേ ഇവിടെ? ആകെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്, ഇത് വഖഫല്ല എന്ന്, ഒരു വിധി മാത്രം. അത് പിടിച്ച് കയറാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. ഞാൻ വക്കീലന്മാരുമായിട്ടൊക്കെ നിയമവിദഗ്ധരും അന്വേഷിച്ചപ്പോൾ അത് നടക്കില്ല. കാരണം വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വഖഫ് ഭൂമിയാണെന്ന്. ആ ഒരു ഭൂമി മാത്രമല്ല, ഇവിടെ 610 കുടുംബം. അതെന്ന് നിങ്ങൾ പറയുന്നത് 614 എന്നാണ് നമ്മുടെ കിട്ടിയ കണക്ക്. ഏതാണ് ശരിയെന്ന് എനിക്കറിയാം. 610 തർക്കമില്ല. അപ്പോൾ ആ പാവങ്ങളെ രക്ഷിക്കണ്ടേ? അവരുടെ സന്തതി പരമ്പരകളില്ലേ? അവർ എത്രയോ വർഷങ്ങളായി ഇവിടെ കിടക്കുന്നു. 1987 അതാണ് രസം. ഇപ്പം എത്ര കൊല്ലം? 87, 25ആയി. 25, 38 കൊല്ലം മുമ്പ് നമ്മുടെ കോഴിക്കോട്ടുള്ള നമ്മുടെ കോളേജ്, ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ആധാരം ചെയ്ത് കിടത്ത ഭൂമിയാണിത്. അത് 1987 മുതൽ 91 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ 610 പേർക്കും ആധാരം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് കൈവച്ചുകൊണ്ടിരിക്കുക മനുഷ്യൻ. ആ ആധാരം കിട്ടിയത് ശരിയല്ലെന്ന് എങ്ങനെ പറയുന്നത്? ഇപ്പോഴാണോ പറയുന്നത്? നേരത്തെ പറയണ്ടേ? അപ്പോൾ ആധാരം കിട്ടിയിട്ടും ആ ആധാരം കൈവച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമോ? 2008 ഇവിടുത്തെ കേരള വഖഫ് ബോർഡിൻ്റെ തീരുമാനപ്രകാരം ടാക്സ് മേടിക്കണ്ട എന്ന് കളക്ടറും ADM ഒക്കെ തീരുമാനിച്ചു, വലിയ ഓഫീസ് തീരുമാനിച്ചു. അങ്ങനെയാണ് കുഴപ്പമുണ്ടായത് ഇവിടെ. അപ്പോൾ അത് നിസാർ കമ്മീഷൻ, നിസാർ എന്ന് പഴയ PG-കാരനാണ്, PG ചെയർമാനായിരുന്നവനാണ്. അവൻ തന്നെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, ഞാൻ പലപ്പോഴും പറയുന്നത്. അതായത് അപ്പോൾ ആ കമ്മിറ്റിയാണ് പറഞ്ഞത് ഇത് വഖഫാണ്. അപ്പോൾ അത് കേസ് നടത്തിയാൽ രക്ഷപ്പെടുക. അല്ലെങ്കിൽ കേസ് നടത്തിയാലും ഇപ്പോഴിരിക്കുന്ന പാർലമെൻറ്റ് മുമ്പിലിരിക്കുന്ന ഭേദഗതി നിയമം പാസ്സായില്ലെങ്കിൽ, നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ചാണെങ്കിൽ യാതൊരു സംശയമില്ല, ഒരു കേസും നമ്മൾ ജയിക്കില്ല. അതുകൊണ്ട് വഖഫ് ഭേദഗതി നിയമം ഉടൻ പാസ്സാക്കണമെന്ന നിർദ്ദേശവുമായി അതിനുള്ള മുദ്രാവാക്യവുമായി നല്ലവരായി നിങ്ങൾ ആദ്യം മുതലേ ഇറങ്ങിത്തിരിക്കണം എന്ന അഭിപ്രായം വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഭൂസംരക്ഷണ സമിതിയുടെ പേരിലാണ് 100ാം ദിവസത്തെ ഈ സമരം നടക്കുന്നത്. ഈ ജനതയുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യും. നിങ്ങളെ പേടിക്കേണ്ട, എനിക്ക് ചെയ്യാൻ ഒത്തിരിയുണ്ട്, അത് മുഴുവൻ ഞാൻ ചെയ്തോളാം, പേടിക്കണ്ട, യാതൊരു സംശയമില്ല. വെറുതെ വിടുന്ന പ്രശ്നമില്ല ഇത്. ഇതല്ല ഏതെങ്കിലും ഒരുത്തം വന്നങ്ങ് കയ്യേറി പാവപ്പെട്ട ജനതയെല്ലാം കൂടെ തോപ്പിച്ച് കളയാമെന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. ഞങ്ങളുടെ അഭിനന്ദ പിതാക്കന്മാർ മുഴുവനുണ്ട്, വൈദികർ മുഴുവനുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഗുണം കിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെ അഭിനന്ദ പിതാക്കന്മാരും വൈദികരോടും എനിക്കുള്ള ഏക അപേക്ഷ, ഇതുപോലെ ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്ന ഈ മാന്യന്മാരൊക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പം, എടാ മക്കളെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്ന് പറയണം. പിതാക്കന്മാർ പറയുകയില്ല, അതായിരിക്കും സങ്കടം. അത് കുറ്റം പറയുന്നില്ല, നിങ്ങളൊക്കെ പരിശുദ്ധരായ ആളുകളാണ്, ആരോടും പണങ്ങുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അല്ല പിതാവേ? അല്ലേ? സ്നേഹിക്കണം. പക്ഷേ എനിക്കതിന് സൗകര്യമില്ല. പിതാവിനത് പറ്റും, എനിക്കത് പറ്റുകയില്ല.
പറ്റിയല്ല എന്ന് പറഞ്ഞാൽ പിതാവിനൊക്കെ ഒരു അഭിനന്ദ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ മറുപടി പറയാൻ പോയാൽ എന്തൊരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് സഭയെ കൊണ്ടുപോകുമ്പോൾ ഈ സഭയിൽ എല്ലാ പാർട്ടിക്കാരും ഉള്ളതാണ്. പക്ഷേ നമുക്ക് ജീവിക്കണം എന്ന് ആലോചിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഹിന്ദുക്കളുടെ കൊടുത്ത് കൂടിയ മാർഗമുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൽ പോയി പൊട്ടുതൊടണമെന്നില്ല. പക്ഷേ അവരുടെ സഹായം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ പൊതുയോഗത്തിൽ പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ കഴിഞ്ഞ ഡിസംബറിൽ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തവരാണിവർ. ഞാൻ ഭയപ്പെട്ടിരുന്നതാണ്. അറിയിക്കേണ്ടടത്തൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ശക്തമായ നിലപാട് നിങ്ങൾ ആരും അറിഞ്ഞില്ല. പല മാന്യന്മാരെയും ചുമന്നുകൊണ്ട് പോയി NIA. അതുകൊണ്ട് മാത്രമാണ് ഈ ഡിസംബർ മാസത്തിൽ വർഗീയ സംഘടന ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് 1-ാം നമ്പർ ശത്രുവായി ഈ ക്രിസ്ത്യാനിയാണ്, പിന്നെയുള്ളൂ ഹിന്ദു. പക്ഷേ ഹിന്ദുക്കളുടെ ശക്തിയുടെ മുമ്പിലാണ് പിടിച്ചു നിൽക്കുന്നത്. എനിക്കറിയാം, എന്നെ ആക്രമിക്കാൻ 12,000 പേര് വന്നതല്ലേ. ഒറ്റ പ്രകടനം RSS, പിന്നെ ചല്ലി എന്തോ ഒരു സുഖമാണെന്നറിയപ്പോൾ. ഒറ്റ പ്രകടനം, ഒരു റൂട്ട് മാർച്ച്, എന്നിട്ട് 400ഓളം RSകാർ വന്ന് ഒരു റൂട്ട് മാർച്ച് വീടിൻ്റെ വാതൊക്കെ നീരാറ്റുപേട്ട കൂടെ നടത്തി. ദൈവം തമ്പുരാൻ്റെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ആരും എന്നെ ആക്രമിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അർത്ഥം മനസ്സിലായല്ലോ. എന്തിനാ അഭിനന്ദ വെള്ളങ്ങാട് പിതാവ്, പാലാ പിതാവ് എന്നാ ഒളിച്ചു വെക്കുന്നത്? പാലാ പിതാവ് സഭയിൽ എന്നാ കുറവങ്ങാട്, നിങ്ങളൊന്ന് ആലോചിച്ച്, കുറവങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? പള്ളിക്കകത്ത മക്കളെ, നിങ്ങൾ ലവ് ജിഹാദിലും നാർക്കോട്ട് ജിഹാദിലും ഇടപെടരുത്, അതിൽ വഴിപ്പെടരുത്. തെറ്റാണോ പിതാവ് പറഞ്ഞത്? അത് പറയേണ്ട ഒരു പിതാവിൻ്റെ കടമയല്ലേ? പിള്ളേരോടാ പറഞ്ഞത്. പിറ്റേ ദിവസം അരമയുടെ മുമ്പിൽ 2000 പേരാ കൂടിയേ പേട്ടയെന്ന്. വടിയും കുറുവടിയായിട്ടാണ് കൂടിയത്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച്. അതെല്ലാം പത്രത്തിലുണ്ടാകുന്നു, ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. എന്തു ചെയ്യാം? ഞാനും അവിടെ ചെന്ന് ചാടേണ്ടി വന്നു. പോകാൻ പറ്റുമോ? ഓടാൻ പറ്റുമോ? ചെന്ന് ചാടിപ്പോയില്ലേ. പുറകോട്ട് പോയാൽ നാണക്കേട്, മുന്നോട്ട് പോയാൽ ചാവൂന്ന് ഉറപ്പ്. എന്ത് വാട്ടെ, ചത്താലും വേണ്ടിലും ഇങ്ങനെ അവിടെ നിന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു 300ഓളം RSകാർ ടിന്ന് വന്ന് ചാടിയങ്ങ് ഇറങ്ങി. പിന്നെ ഇവന് ഒന്നിനെയും കണ്ടില്ല. അങ്ങനെ അന്ന് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് പിതാവിൻ്റെ ഞാൻ അരമനെ കയറി പിതാവുമായിട്ട് വളരെ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച്, അരമനയ്ക്കിട്ട് കല്ലെറിയാൻ വന്നു. ഏതറ്റം വരെ എത്തി ഇവനൊക്കെ എന്നുള്ളതിനാണ് തെളിവാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വം വേണം. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുകയില്ല. ദൈവം തമ്പുരാൻ ആരോഗ്യം തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ സഹചരങ്ങളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയും കൂടിയാണ് എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്. ആ ആരോഗ്യം വിനിയോഗിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാം ഉണ്ട് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ മറ്റു വിശദാംശത്തേക്ക് കിടക്കുന്നില്ല. ഏതായാലും ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്ന ഈ ഭൂസംരക്ഷണ സമിതി മുൻപത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഈ സമരം നടത്തിയത് കൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഇത് പഠിച്ചത്, ജനങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ആ തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള പോരാട്ടം തന്നെ തുടരും. ഇതുകൊണ്ട് നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനിക്കൊരു തോന്നലുണ്ട്, ഈ കോൺഗ്രസ് രക്ഷിക്കുന്നു. കോൺഗ്രസ് രക്ഷിക്കുകയില്ല, പേടിക്കണ്ട. കോൺഗ്രസ് രക്ഷിക്കുകയില്ല എന്ന് ഉറപ്പാണ്. എന്നെ ചിരിക്കുന്ന കോൺഗ്രസ് ഇവിടെ ഒന്ന് പറയട്ടെ. ഇപ്പം രാഷ്ട്രീയം നിർത്തിയേക്കാൻ ഞാൻ. കോൺഗ്രസ് പാർട്ടി യാതൊരു കാരണവശാലും വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കില്ല എന്ന് ഇപ്പം വന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം നിർത്തി തന്നേക്കാം. മതിയോ? ആരെ വേണം അറിയിച്ചു ചെയ്യട്ടെ. ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ പരുവാക്കി വെച്ചിരിക്കുകമാർ കോൺഗ്രസ്. എങ്ങനെ മുന്നോട്ട് പോകും? എന്നാലും യാതൊരു സംശയമില്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രിയായി രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നേതാവായി മധ്യസ്ഥരായി മാറിയിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ട് ആ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കാണെങ്കിൽ യാതൊരു ഈ മാരണമായ നിയമത്തിൽ നിന്ന് വേദനിക്കുന്ന മുഴുവൻ പേരെയും സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ കേൾക്കുവാൻ ശ്രമം പിടിപ്പിച്ച എല്ലാ നല്ലവരെ ആളുകളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ക്രിസ്ത്യൻ ഫോറം ഇല്ലേ, ആക്സ്, എല്ലാ അമ്മമാരെയും സഹോദരന്മാരെയും ഒക്കെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അത്യഭിവന്ദരായ 2 പിതാക്കന്മാരിവിടെ ഉണ്ട്. പിതാക്കന്മാർ,
എൻ്റെ വികാരം കൂടി ഒന്ന് ഉൾക്കൊള്ളണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യായമല്ലേ പിതാവേ? ശരിയാണല്ലോ. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആർക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംശയമായിട്ട് ചോദിക്കാം, മൈക്ക് ഇപ്പം തരാം, ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഞാൻ ഓടി വിളിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യസന്ധമായ കാര്യങ്ങളാണ്, 100% ബോധ്യത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.